മഹാഭാരതം കഥാരൂപത്തിൽ ഭാഗം 1. പ്രശസ്തനായ ഭരത മഹാരാജാവിന്റെ കാലശേഷം കുറച്ചു തലമുറകൾക്ക് ശേഷം ശാന്തനുവായിരുന്നു ഹസ്തനപുരിയുടെ രാജാവ്. അദ്ദേഹം ഒരിക്കൽ യദൃശ്ചികമായി ഗംഗ നദീതീരത്ത് വെച്ച് ഗംഗാദേവിയെ കാണുകയും ഗംഗയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ അദ്ദേഹം വിവാഹ അഭ്യർത്ഥന നടത്തുകയും ചെയ്തു. ഒരു നിബന്ധന സമ്മതിക്കുകയാണെങ്കിൽ ഗംഗാദേവി വിവാഹത്തിന് സമ്മതിക്കാം എന്ന് ശാന്തനുവിനോട് പറഞ്ഞു. ഗംഗാദേവി എന്തു ചെയ്താലും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നതായിരുന്നു നിബന്ധന. ഇത് തെറ്റിച്ചാൽ ഗംഗ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു തിരികെ പോകുമെന്നും പറഞ്ഞു. അധികമൊന്നും ആലോചിക്കാതെ ശാന്തനു അത് സമ്മതിക്കുകയും കൂടാതെ അവരുടെ ഒരു കാര്യത്തിലും ഇടപെടുകയില്ല എന്നുകൂടി വാക്ക് കൊടുത്തു. അങ്ങനെ അവർ വിവാഹിതരായി. ശാന്തനുവിനു രാജ്യകാര്യങ്ങളിൽ ശ്രദ്ധയില്ലതായി. സദാസമയം അദ്ദേഹം ഗംഗയോടൊപ്പം ചിലവഴിച്ചു. വൈകാതെ അവർക്ക് ഒരു പുത്രൻ ജനിച്ചു. രാജാവും ജനങ്ങളും അതിൽ അതിയായി സന്തോഷിച്ചു. പക്ഷേ സ്വന്തം കുഞ്ഞിനെ ഗംഗാദേവി ഗംഗ നദിയിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു. രാജകുമാരൻ മരിച്ചു. ശാന്തനു ഇത് കണ്ടെങ്കിലും അദ്ദേഹം കൊടുത്ത വാക്ക് കാരണം ഗംഗയെ ചോദ്യം ചെയ്തില്ല. ജനങ്ങളും രാജകൊട്ടാരത്തിലെ അംഗങ്ങളും ശാന്തനുവിനോട് പറഞ്ഞെങ്കിലും ഗംഗാദേവിക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഗംഗാദേവി ഇത് ആവർത്തിച്ചു. അങ്ങനെ ശാന്തനുവിനും ഗംഗയ്ക്കും ജനിച്ച് 7 പുത്രന്മാരെയും ഗംഗാദേവി ഗംഗാനദിയിൽ എറിഞ്ഞുകൊന്നു. ഇനിയും ഇത് തുടർന്നാൽ രാജ്യത്തിന് അവകാശികൾ ഇല്ലാതെ വരുമെന്നും ശാന്തനു ഒരു അച്ഛനും ഭർത്താവും മാത്രമല്ല ഒരു രാജാവുകൂടി ആണെന്നും രാജഗുരു അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. ഗംഗാദേവി 8ാമത്തെ പുത്രനെ പ്രസവിച്ചു. കുഞ്ഞിനെ കൊല്ലാനായി ഗംഗാദേവി നദീതീരത്തെത്തി. ശാന്തനു രണ്ടും കൽപ്പിച്ചു ഗംഗയെ തടഞ്ഞു. എന്തിനാണ് ഇങ്ങനെ സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് എന്ന് ചോദിച്ചു. ഗംഗാദേവി അതിന്റെ രഹസ്യം വെളിപ്പെടുത്തി. കഴിഞ്ഞ ജന്മത്തിൽ ഗംഗ ബ്രഹ്മാവിന്റെ മകളും ശാന്തനു ഇന്ദ്രന്റെ സദസ്സിലെ ഒരു ദേവനും ആയിരുന്നു എന്നും ഒരിക്കൽ ബ്രഹ്മാവും മകളും കൂടി ഇന്ദ്രസദസ്സിൽ വന്നപ്പോൾ ഗംഗയും ശാന്തനുവും പരസ്പരം നോക്കിനിന്നു പോയി. ഒരു കാറ്റ് വീശിയപ്പോൾ ഗംഗയുടെ വസ്ത്രം സ്ഥാനം മാറുകയും എല്ലാ ദേവന്മാരും പെട്ടെന്ന് തന്നെ അവളുടെ അർദ്ധനഗ്നമേനി കാണാതിരിക്കാനായി മുഖം താഴ്ത്തി. പക്ഷേ ശാന്തനു മാത്രം ഗംഗയെ തന്നെ നോക്കിനിന്നു. ഗംഗയും ശാന്തനുവിനെ നോക്കിനിന്നു. ഇത് കണ്ടു കോപത്തിൽ ബ്രഹ്മാവ് രണ്ടുപേരെയും ശപിച്ചു. മനുഷ്യരായി ഭൂമിയിൽ ജനിച്ചു ജീവിക്കാനായിരുന്നു ശാപം. ശാപമോക്ഷത്തിനുള്ള വഴിയും ബ്രഹ്മാവ് പറഞ്ഞു എന്ന് ശാന്തനു ഗംഗയെ ചോദ്യം ചെയ്യുന്നു. അന്നായിരിക്കും ഗംഗയ്ക്ക് ശാപമോക്ഷം. പക്ഷേ അതിന് എന്തിനാണ് ഒരു തെറ്റും ചെയ്യാത്ത തന്റെ കുഞ്ഞുങ്ങളെ കൊന്നത് എന്ന് ശാന്തനു ചോദിച്ചു. ഗംഗാദേവി പറഞ്ഞു, ഇതുപോലെ മനുഷ്യജന്മം ശാപമായി കിട്ടിയ ഏതാനും ദേവന്മാരും ഉണ്ടായിരുന്നു. അവരെ സ്വയം ഗർഭം ധരിച്ചു പ്രസവിച്ചു വധിച്ചു. അവർക്ക് ശാപമോക്ഷം നൽകാം എന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു. അവരാണ് ഞാൻ കൊന്നുകളഞ്ഞ് കുഞ്ഞു രാജകുമാരന്മാർ. ആ ദേവന്മാരിൽ ഒരാൾ തന്നെയാണ് 8ാമത്തെ ഈ രാജകുമാരനും. ഗംഗാദേവിയുടെ വാക്കുകൾ കേട്ട് ശാന്തനു രാജാവ് കുട്ടിയുടെ മുഖത്തേക്ക് വെറുതെ നോക്കി നിന്നു. ശാന്തനു ഗംഗാദേവിയോട് യാചിച്ചു, ഈ കുഞ്ഞിനെയും കൂടി കൊന്നുകളഞ്ഞാൽ എന്റെ കാലശേഷം രാജ്യം തന്നെ അന്യാധീനപ്പെട്ടു പോകും. അതുകൊണ്ട് ദയവു ചെയ്തു ഈ കുഞ്ഞിനെയെങ്കിലും എനിക്ക് നീ ജീവനോടെ തരണം. ശാന്തനുവിന്റെ അപേക്ഷ അനുസരിച്ച് ഗംഗ തന്റെ 8ാമത്തെ പുത്രനെ കൊന്നില്ല. പക്ഷേ ശാന്തനുവിനെ ഏൽപ്പിച്ചതും ഇല്ല. ശാന്തനു ഗംഗയെ ചോദ്യം ചെയ്തതിനാൽ ഗംഗയ്ക്ക് ശാപമോക്ഷം കിട്ടിയെന്നും അതിനാൽ ഇനി ശാന്തനുവിനോടൊപ്പം കൊട്ടാരത്തിലേക്ക് മടങ്ങാൻ തനിക്ക് കഴിയില്ല എന്നും ഗംഗ പറഞ്ഞു. സമയം ആകുമ്പോൾ പുത്രനെ തിരിച്ചു ഏൽപ്പിക്കാം എന്ന് പറഞ്ഞു. ഗംഗാദേവി ശാന്തനുവിനോട് യാത്ര പറഞ്ഞു കുഞ്ഞിനെയും കൊണ്ടുപോയി. ശാന്തനു തിരിച്ചു കൊട്ടാരത്തിലേക്ക് മടങ്ങുമ്പോൾ എവിടെ നിന്നോ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ട് അത്ഭുതത്തോടെ എവിടെന്നാണ് ആ കരച്ചിൽ കേട്ടത് എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. ഒടുവിൽ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്നും 2 കുഞ്ഞുങ്ങളെ ലഭിച്ചു. അദ്ദേഹം അതിൽ ആണ് കുഞ്ഞിനു കൃപൻ എന്നും പെൺകുഞ്ഞിനു കൃപി എന്നും പേരുവെച്ചു. എന്നിട്ട് അവരെ രാജഗുരുവിനെ ഏൽപ്പിച്ചു. അവരെ അദ്ദേഹം രാജകൊട്ടാരത്തിൽ വളർത്താൻ തയ്യാറായിരുന്നില്ല. എന്നെങ്കിലും തന്റെ മകൻ തിരിച്ചുവരുമ്പോൾ ഇവർ ഒരു തടസ്സം ആകരുത് എന്ന് ആ ബുദ്ധിമാനായ രാജാവ് കരുതിയിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. ശാന്തനു ഗംഗാദേവി തന്റെ പുത്രനെ തിരിച്ചു തരുന്നതും കാത്തിരുന്നു. 16 വർഷങ്ങൾക്കുശേഷം ഗംഗാദേവി വാക്ക് പാലിച്ചു. ഗംഗാദേവി കുമാരനെയും കൊണ്ട് ശാന്തനുവിന്റെ അടുക്കൽ എത്തി.
കുമാരന്റെ പേര് ദേവവ്രതൻ എന്നായിരുന്നു. കുമാരനെ ഗംഗ പ്രഗത്ഭന്മാരായ ഗുരുക്കളുടെ അടുത്ത് അയച്ചു. ആയുധവിദ്യകളും രാഷ്ട്രീയവും എല്ലാം അഭ്യസിപ്പിച്ചിരുന്നു. ശന്തനു കുമാരനെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ഗംഗാദേവി മടങ്ങിപ്പോയി.